സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പഴയന്നൂക്കാരനാണ്. ഇന്നുള്ളത് പാലക്കാട് ജില്ലയിൽ കാവിശ്ശേരി പഞ്ചായത്ത് പാടൂര് 2-ാം വാർഡിലാണുള്ളത്. നമ്മുടെ ശിവക്ഷേത്രത്തിന്റെ അവിടെ നിന്നും പുഴയിലേക്ക് പോകുന്ന വഴി എടത്തും പടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. 500 മീറ്ററാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വരുന്ന വഴി. ഒരു ഹെൽത്ത് സെന്ററും ഉണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയ കിഴക്കോട്ട് മുഖമായിട്ടുള്ള വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. 6.5 സെന്റ് സ്ഥലം വരുന്നുണ്ട്. ഒരു 700 സ്ക്വയർ ഫീറ്റോളം ഓടിട്ട വീട്, പിന്നെ കുറച്ച് ഷീറ്റ് ഇട്ടതൊക്കെ ആയിട്ട് ഒരു 3 ബെഡ്റൂം വരുന്നുണ്ട്. ഇതിൽ ചെറിയ ബെഡ്റൂം, ഒരു 2 വലിയ ബെഡ്റൂമും ഒരു ചെറിയ ബെഡ്റൂം, ഹാള്, അടുക്കള, എല്ലാ സൗകര്യങ്ങളും കൂടിയ ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ്. വെള്ളം ബോർവെല്ല് വരുന്നുണ്ട്, പൈപ്പ് കണക്ഷൻ ഉണ്ട്, ഒരു മാവ് നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളും എന്ന് പറഞ്ഞാൽ കാറടക്കം കയറ്റിയിടാൻ പറ്റിയ വലിയ ഗേറ്റ്, ചെറിയ ഗേറ്റ്, ഫ്രണ്ടിൽ മതിൽ, ചുറ്റുവശം കമ്പിവേലിയുള്ള സ്ഥലം. നല്ല ഒരു സൂപ്പറായ സ്ഥലമാണ്. അപ്പോൾ ഓണർ ഇതിന് ചോദിക്കുന്ന വില വെറും 15 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജ് കേട്ടോ. അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക, ബാക്കി ഡീറ്റെയിൽ പറയാം. വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക. വീഡിയോയിൽ മുകളിലൊരു നമ്പർ ഉണ്ടാവും, കോഡ് നമ്പർ. അത് നോക്കുക, എന്താണ് വീഡിയോയിൽ പറയുന്നത്, എന്താ വില പറയുന്നത് എന്ന് വ്യക്തമായതിനു ശേഷം മാത്രം വിളിക്കുക. ഇത് പാലക്കാട് ജില്ലയിൽ പാടൂര് എന്ന് പറഞ്ഞാൽ കാവിശ്ശേരി പഞ്ചായത്ത്, ആലത്തൂര് കാവിശ്ശേരി പഞ്ചായത്തിൽ കഴണിച്ചുങ്കം, പാടൂര്, പ്ലാഴി, പഴയന്നൂര് പോകുന്ന സംസ്ഥാന പാതയിൽ നിന്നും പാടൂർ സെൻട്രൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും 500 മീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിച്ചിട്ട് വരിക. ഓണർ നേരിട്ടുള്ള കച്ചവടമാണ്. ഇതിൽ എന്ന് പറഞ്ഞാൽ ടോക്കൺ കൊടുത്തതോ അല്ലെങ്കിൽ എഗ്രിമെൻറ്റോ കാര്യങ്ങളൊന്നുമല്ല. പറമ്പ് കാറ്റഗറി, നല്ല ഭൂമി, 6.5 സെൻറ്റ് സ്ഥലം, കിഴക്കോട്ടാണ് മുഖം. അപ്പോൾ വില 15 ലക്ഷം രൂപ ലാസ്റ്റ് കിട്ടണമെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത്. വേണ്ട ആളുകൾ വിളിച്ചിട്ട് വരിക. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയായാലും വിളിച്ചോളൂ. വന്ന് വീഡിയോ ചെയ്തിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട്. അത് ഇനി ചെറിയ വീടായാലും വലിയ വീടോ ഫ്ലാറ്റോ കടകളോ റൂമുകളോ തെങ്ങുംപറമ്പ് റബ്ബർ തോട്ടം അങ്ങനെ എന്തുമാട്ടെ വിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക. വേണ്ട ആളുകൾ വിളിക്കുക. വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക. പഴയ മോഡൽ കണ്ടോ, അമ്മിക്കല്ല് എന്ന് പറയും ഇവിടെ നമ്മൾ പറയുക, മുളകരയ്ക്കുന്ന കല്ല്. ആ പഴയ മോഡലുള്ള എല്ലാ സംഭവങ്ങളും. ഇതൊരു അടുക്കളയാണ് മൊത്തം വരുന്നത്. അപ്പോൾ ഉള്ളിൽ അടുക്കള, ഗ്യാസ് കത്തിക്കാനുള്ള അടുക്കള ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളിലൊരു ബെഡ്റൂം, അറ്റാച്ചഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ പുറത്തൊരു ബാത്റൂം വരുന്നുണ്ട്. എല്ലാ പൈപ്പ് കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ 3 സൈഡും കമ്പിവേലി വരുന്നുണ്ട്. അതിര് ബൗണ്ടറി കാര്യങ്ങളെല്ലാം ക്ലിയറാണ്. അപ്പോൾ അലക്കാനുള്ള കല്ല് കാര്യങ്ങൾ എല്ലാം, ഒരു ചെറിയൊരു ഫാമിലി വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട്. കുറച്ച് ഷീറ്റ് ഇട്ടതും ബാക്കി ഓടിട്ട വീടും എല്ലാം കൂടിയാണ്. 700 സ്ക്വയർ ഫീറ്റോളം മൊത്തം വരും. അപ്പോൾ പരമാവധി നിങ്ങളുടെ ഒരു ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ വീട് അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് എത്തും. അപ്പോൾ ഇതൊന്നുകൂടി പറയുന്നു, പാലക്കാട് ജില്ലയിൽ കാവിശ്ശേരി പഞ്ചായത്ത് പാടൂരാണ് വരുന്നത്. ആലത്തൂര്, കാവിശ്ശേരി, കഴണിച്ചുങ്കം, പാടൂര് സംസ്ഥാന മെയിൻ റോട്ടിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം വെറും 500 മീറ്റർ. വരുന്ന വഴിയിൽ ഒരു കുടുംബാരോഗ്യ ഹെൽത്ത് സെൻ്ററുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പുഴയിലേക്ക് പോകുന്ന വഴി ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. ഇത് വരുമ്പോൾ വിളിക്കുക. ഇനിയിപ്പോൾ ഇവിടെ ചിലപ്പോൾ ആൾ താമസം ഉണ്ടാവില്ല. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ചാവി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തുറന്ന് കാണിച്ചു തരാൻ പറ്റുന്നതായിരിക്കും. പരമാവധി നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ നമ്പറും ഓഫീസ് നമ്പറും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഫോണിൽ എന്നെ കോൾ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിട്ടാൽ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ വേണ്ട ആളുകൾ വിളിച്ചിട്ട് വരിക. ഓക്കെ.